എന്തിനാണ് ധവളപത്രം കൊണ്ടുവന്നത്? കാര്യങ്ങളൊക്കെ വ്യക്തമായി വരുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം എടുത്താൽ മതി. അത് കൊച്ചി മെട്രോയെക്കുറിച്ചുള്ള ധവളപത്രത്തിലെ പരാമർശമാണ്. 35 കോടി രൂപ പ്രതിമാസ നഷ്ടമുണ്ടാക്കുന്നു കൊച്ചി മെട്രോ. ഇതാണ് ധവളപത്രത്തിൽ പറഞ്ഞത്. KSEB പോലെ, KSRTC പോലെ, പെൻഷൻ കമ്പനി പോലെ നഷ്ടമുണ്ടാക്കുന്ന പദ്ധതികളിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് കൊച്ചി മെട്രോ. എന്തിനാണ് കൊച്ചി മെട്രോയെ നഷ്ടത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തിയത്? ഇപ്പോൾ പ്രവർത്തന ലാഭത്തിൽ പോകുന്ന കമ്പനിയാണ് കൊച്ചി മെട്രോ. എന്തിനാണ് പക്ഷേ കൊച്ചി മെട്രോയെ നഷ്ടത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തിയത്? അതിന് പിറകിൽ വലിയ കളികളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് എത്ര രൂപയാണ് ലാഭമുണ്ടാക്കുന്നത് എന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 2022 മുതലാണ് കൊച്ചി മെട്രോ പ്രവർത്തന ലാഭം കൈവരിക്കുന്നത്. 2024-2025 വർഷം, ഏറ്റവും ഒടുവിലത്തെ വർഷം, കൊച്ചി മെട്രോയുടെ പ്രവർത്തന ലാഭം 33.34 കോടി രൂപയാണ്. 2023-2024 വർഷം പ്രവർത്തന ലാഭം 22.94 കോടി രൂപയാണ്. 2022-2023 വർഷം പ്രവർത്തന ലാഭം 5.35 കോടി രൂപയാണ്. 2025-26 പ്രവർത്തന ലാഭം 50 കോടി രൂപ കവിയും എന്നാണ് അനുമാനിക്കുന്നത്, കണക്ക് കൂട്ടുന്നത്. എന്ന് വെച്ചാൽ 2022 മുതൽ കൊച്ചി മെട്രോ പ്രവർത്തന ലാഭം കൈവരിച്ചിരിക്കുന്നു. പക്ഷേ ധവളപത്രത്തിൽ പറയുന്നത് നഷ്ടത്തിലാണ് എന്ന്. മൊത്തം മൂലധന നഷ്ടവും കൂടി കണക്കിലെടുത്താണ് കൊച്ചി മെട്രോ നഷ്ടത്തിലാണ് എന്ന് പറയുന്നത് ധവളപത്രത്തിൽ. എത്ര കോടി രൂപയാണ് കടമെടുത്തത് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി? 3000 കോടി രൂപ. ആകെ ചെലവായത് 6218 കോടി രൂപയാണ്. അതിൽ 3000 കോടി രൂപയാണ് കടമെടുത്തത്. അതിൽ 2000 കോടിയോളം രൂപ തിരിച്ചടയ്ക്കാനുണ്ട്. 1000 കോടിയോളം രൂപ തിരിച്ചടച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ കൊച്ചി മെട്രോ വൻ മുന്നേറ്റത്തിലാണ്. മൂലധന നിക്ഷേപം അല്ലെങ്കിൽ മൂലധന ചെലവ് മുഴുവൻ കൊടുത്തു തീർക്കുക എന്നത് ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതിയാണ്. അതിലേക്ക് കൊച്ചി മെട്രോ എത്തും. ഇപ്പോൾ പ്രവർത്തന ലാഭം കൈവരിച്ചു കഴിഞ്ഞു. എന്നിട്ടും ധവളപത്രത്തിൽ പറയുന്നു കൊച്ചി മെട്രോ നഷ്ടത്തിലാണ് എന്ന്. KSEB നഷ്ടത്തിലാണ് എന്ന് പറയുന്നു. 78,000 കോടിയോളം രൂപ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സഞ്ചിത നഷ്ടമുണ്ടാക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം പറയുകയാണ് നഷ്ടമുണ്ടാക്കുന്ന കമ്പനികളിലേക്ക് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരണം എന്ന്. അതിൽ വളരെ നഷ്ടത്തിലോടുന്ന കമ്പനികളിൽ ആരും പണം നിക്ഷേപിക്കില്ല. അങ്ങനെ നിക്ഷേപിക്കണമെങ്കിൽ അവർക്കൊരു ഓഫർ കൊടുക്കണം. ആ ഓഫറാണ് കൊച്ചി മെട്രോ. KSEBക്ക് നഷ്ടമുണ്ട്, അതിൽ ഇത്ര കോടി രൂപ നിക്ഷേപിക്കണം, നിങ്ങൾക്ക് അതോടൊപ്പം കൊച്ചി മെട്രോ കൂടി തരാം. KSRTCക്ക് നഷ്ടമുണ്ട്, അതിൽ നിക്ഷേപം ഉണ്ടാകുക എന്ന് വെച്ചാൽ KSRTCയെ സ്വകാര്യവൽക്കരിക്കുന്നു, അതോടൊപ്പം നിങ്ങൾക്ക് കൊച്ചി മെട്രോയും തരാം. ഇതാണ് കരാർ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേരളത്തിന്റെ സമ്പത്തായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. അടുത്ത 5 വർഷത്തിനകം കേരളത്തിലെ KSEB സ്വകാര്യ കമ്പനിയുടെ കയ്യിലാകും. എന്ന് വെച്ചാൽ സംശയമേ വേണ്ട, അദാനിയുടെ കയ്യിലാകും. കേരളത്തിലെ തുറമുഖങ്ങൾ, വിഴിഞ്ഞം ഇപ്പോൾ തന്നെ അദാനിയുടെ കയ്യിലാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പൊന്നാനി തുറമുഖം, കണ്ണൂർ തുറമുഖം, ഇവയെല്ലാം ഒരു സംശയം വേണ്ട അദാനിക്ക് തീരെഴുതാൻ പോകുന്നു എന്നതാണ് പുറത്തു വരുന്ന വർത്തമാനം. കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ വിമാനത്താവളങ്ങൾ, അതിലൊന്ന് ഇതിനകം തന്നെ അദാനിയുടെ കയ്യിലായി. ഇനിയുള്ള വിമാനത്താവളങ്ങൾ കൂടി അദാനിക്ക് കൈമാറണം. അതിൽ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന, കേരളത്തിന് തന്നെ ഇന്ത്യക്ക് തന്നെ മാതൃകയായ സിയാൽ, അതിലേക്കാണ് അദാനിയുടെ നോട്ടം. അതും കൂടി അദാനിക്ക് നൽകും എന്നാണ് മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിലെ ഗതാഗത സംവിധാനം, ചരക്ക് ഗതാഗതം മുഴുവൻ അദാനിക്ക് കൈമാറാനുള്ള രഹസ്യ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ധവളപത്രം പുറത്തിറക്കുന്നത്. എല്ലാ നഷ്ടത്തിലാണ്. അടിസ്ഥാനപരമായ മാറ്റം വരുത്തണം. ആ മാറ്റത്തിന് ചൂക്കാൻ ഞാൻ പിടിക്കും. സർക്കാർ ഇതിലൊന്നും ഇടപെടില്ല. സർക്കാരിൻ്റെ പണിയല്ല കമ്പനി നടത്തിപ്പ്. സർക്കാരിൻ്റെ പണി വെറും ഫെസിലിറ്റേറ്ററായും നിൽക്കുക എന്നത് മാത്രമാണ്. അത് സർക്കാർ നിർവഹിക്കും. ബാക്കിയെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറും. ഇതാണ് VD സതീശന്റെ നയം. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനുവേണ്ടി ലാഭത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടി
വിൽപ്പനയ്ക്ക് വെക്കണം. എങ്കിൽ മാത്രമേ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ അദാനിയെ പോലെയുള്ള മുതലാളിമാർ. അതിനു വേണ്ടിയിട്ടാണ് കൊച്ചി വിമാനത്താവളത്തെ അടക്കം അദാനിക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് നീക്കം നടക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് കൊച്ചി മെട്രോ ഇപ്പോൾ നഷ്ടത്തിലാണ് എന്ന് ധവളപത്രത്തിൽ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, കേരളത്തെ മൊത്തം വിൽക്കാനാണ് ഒരു ബിഗ് സെയിൽ ഡീൽ അതാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതിന് തുടക്കമാണ് ധവളപത്രം എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു.